2025-26 വിജയ് ഹസാരെ ട്രോഫി സീസണിന്റെ ആദ്യ റൗണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയമായ വിരുന്നാണ്. ദേശീയ ടീമിലെ ഇതിഹാസങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തി സെഞ്ചുറികളുമായി കളം നിറഞ്ഞു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലി ഡൽഹിക്കായി വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ ഇറങ്ങിയത്. ആന്ധ്രാപ്രദേശിനെതിരെ 14 ഫോറും 3 സിക്സും അടക്കം 101 പന്തിൽ 131 റൺസ് അടിച്ചുകൂട്ടിയ കോഹ്ലി ഡൽഹിയെ അനായാസ വിജയത്തിലേക്ക് നയിച്ചു. ഈ ഇന്നിംഗ്സോടെ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 16,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി കോഹ്ലി മാറി. സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ വേഗത്തിൽ ഈ നാഴികക്കല്ല് പിന്നിട്ടു എന്നതും ഈ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നു. 7 വർഷത്തിന് ശേഷം മുംബൈ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയ രോഹിത് ശർമ്മ സിക്കിമിനെതിരെ ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെ പുറത്തെടുത്തു. 94 പന്തിൽ 155 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചുകൂട്ടിയത്. 18 ഫോറുകളും 9 സിക്സുകളും അടങ്ങിയ ഈ ഇന്നിംഗ്സ് മുംബൈയുടെ 8 വിക്കറ്റ് വിജയം അനായാസമാക്കി. ഇതിഹാസങ്ങൾ തിളങ്ങിയ അതേ ദിവസം തന്നെ 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ചരിത്രം കുറിച്ചു. അരുണാചൽ പ്രദേശിനെതിരെ വെറും 36 പന്തിൽ സെഞ്ചുറി തികച്ച വൈഭവ് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടക്കാരനായി. 16 ഫോറും 15 സിക്സും അടക്കം 84 പന്തിൽ 190 റൺസ് നേടിയ വൈഭവിന്റെ കരുത്തിൽ ബീഹാർ ഉയർത്തിയത് കൂറ്റൻ സ്കോറായിരുന്നു. ബീഹാർ ക്യാപ്റ്റൻ സാക്കിബുൽ ഗനി 32 ബോളിൽ സെഞ്ചുറി നേടി ഇന്ത്യൻ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കരസ്ഥമാക്കി. 40 ബോളിൽ 128 നോട്ടൌട്ടോടെ ബീഹാറിനെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 574 എന്ന ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കി. കർണാടകയ്ക്കെതിരായ മത്സരത്തിൽ ജാർഖണ്ഡിനായി ഇഷാൻ കിഷനും തകർത്താടി. വെറും 33 പന്തിൽ സെഞ്ചുറി തികച്ച ഇഷാൻ 39 പന്തിൽ 125 റൺസ് എടുത്തു. ഇഷാന്റെ വെടിക്കെട്ടിൽ ജാർഖണ്ഡ് 412 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി.